നമുക്കിന്ന് നഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മീനിങ്സുകൾ പഠിക്കാം. അതിൻ്റെ ആദ്യത്തെയാണ് ഗ്യാസ്ട്രൈറ്റിസ്. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് വെച്ചാൽ എന്നാ? ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്. നമ്മൾ സ്റ്റൊമക്കിൻ്റെ ഇൻഫ്ലമേഷനാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് അപ്പൻഡിസൈറ്റിസ്. അപ്പൻഡിസൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേറ്ററി പ്രോസസ് ഓഫ് ദി അപ്പൻഡിക്സ്. നമുക്ക് അപ്പൻഡിക്സിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. ലിത്തോട്രിപ്സി അതെന്ന് വെച്ചാൽ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ഗാൾ സ്റ്റോൺ ബൈ ഷോക്ക് വേവ്. പിന്നെയുള്ളത് ഹെമച്യൂറിയ. ഹെമച്യൂറിയ എന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽ ഇൻ ദ യൂറിൻ. അതായത് യൂറിനിൽ ബ്ലഡ് വരുന്നതിനാണ് നമ്മൾ ഹെമച്യൂറിയ എന്ന് പറയുന്നത്. അനൂറിയ എന്ന് വെച്ചാൽ ടോട്ടൽ യൂറിൻ ഔട്ട്പുട്ട് ലെസ് ദാൻ 50 ml ഇൻ 24 hours. അതായത് യൂറിനറി ഔട്ട്പുട്ട് കുറയുന്നതിനാണ് അനൂറിയ എന്ന് പറയുന്നത്. പിന്നുള്ളത് പ്രോട്ടീൻ യൂറിയ എന്ന് വെച്ചാൽ യൂറിനിൽ പ്രോട്ടീൻ വരുന്നത്, പ്രോട്ടീൻ ഇൻ ദ യൂറിൻ. നെക്സ്റ്റ് യൂറിനറി ഇൻകോണ്ടിനൻസ് മീൻസ് ഇൻവോളണ്ടറി ഓർ അൺകൺട്രോൾഡ് ലോസ് ഓഫ് യൂറിൻ ഫ്രം ദ ബ്ലാഡർ. ഇതിനെയാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഹിസ്റ്ററെക്ടമി എന്ന് വെച്ചാൽ സർജിക്കൽ റിമൂവൽ ഓഫ് ദ യൂട്രസ്. പിന്നെ ഉള്ളത് പ്രോസ്റ്റേറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിനാണ് പ്രോസ്റ്റേറ്റിസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് സിസ്റ്റെക്ടമി മീൻസ് റിമൂവൽ ഓഫ് ദ യൂറിനറി ബ്ലാഡറിനെയാണ് നമ്മൾ സിസ്റ്റെക്ടമി എന്ന് പറയുന്നത്. ആബ്സസ് എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ദ ഫ്ലൂവലൻ്റ് മെറ്റീരിയൽ. ഓക്കെ. അടുത്തത് ക്രയോതെറാപ്പി മീൻസ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടിഷ്യൂ ബൈ ഫ്രീസിങ്. നെക്സ്റ്റ് മെനോഫേസ്, പെർമനൻറ്റ് സെസേഷൻ ഓഫ് ദ മെനിസ്ട്രേഷൻ ആണ് മെനോഫേസ്. ഊഫറെക്ടമി മീൻസ് സർജിക്കൽ റിമൂവൽ ഓഫ് ആൻ ഓവറി. ഓർക്കിയെക്ടമി എന്ന് വെച്ചാൽ സർജിക്കൽ റിമൂവൽ ഓഫ് വൺ ഓഫ് ദ ബോത്ത് ടെസ്റ്റിസ്. പിന്നെ ഉള്ളത് ഓർച്ചൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ടെസ്റ്റിസ്. അപ്പോസിസ് എന്ന് വെച്ചാൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. നെക്സ്റ്റ് ആണ് അലോപേഷ്യ എന്ന് വെച്ചാൽ ലോസ് ഓഫ് ഹെയർ. ഇനി നമുക്ക് എക്സിഷൻ എന്താണെന്ന് പഠിക്കാം. എക്സിഷൻ എന്ന് വെച്ചാൽ സർജിക്കൽ റിമൂവൽ ഓഫ് ദ ടിഷ്യൂവിനെയാണ് എക്സിഷൻ എന്ന് പറയുന്നത്. അടുത്തത് നിസ്റ്റാഗ്മസ്, ഇൻവോളണ്ടറി ഓസിലേഷൻ ഓഫ് ദ ഐവോൾ. അതിനെയാണ് നിസ്റ്റാഗ്മസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പെർമാറ്റോജെനിസിസ്, പ്രൊഡക്ഷൻ ഓഫ് സ്പേം ഇൻ ദ ടെസ്റ്റിസിനെയാണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്നസ് എന്ന് വെച്ചാൽ ഓൾട്ടേർഡ് സെൻസേഷൻ ഓഫ് ഓറിയൻറ്റേഷൻ ഇൻ ദ സ്പേസ്. ഡിസ്നസ് എന്ന് വെച്ചാൽ ഓൾട്ടേർഡ് സെൻസേഷൻ ഓഫ് ദ ഓറിയൻറ്റേഷൻ ഇൻ ദ സ്പേസ്. ഓക്കെ, ഇൻ സ്പേസ്. നെക്സ്റ്റ് ഒരാൾജിയ മീൻസ് സെൻസേഷൻ ഓഫ് ഫുൾനെസ് ഓഫ് പെയിൻ ഇൻ ദ ഇയർ. ഇയറിനെയാണ് ഒരാൾജിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രെസ്ബൈസ്കസ് എന്ന് വെച്ചാൽ പ്രോഗ്രസീവ് ഹിയറിംഗ് ലോസ് അസോസിയേറ്റഡ് വിത്ത് ഏജിങ്. പ്രെസ്ബൈസ്കസ് എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രസീവ് ഹിയറിംഗ് ലോസ് അസോസിയേറ്റഡ് വിത്ത് ഏജിങ് അതിനെയാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് സാൽഫിഞ്ചൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഫലോപ്പിയൻ ട്യൂബിനെയാണ് സാൽഫിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിസ്റ്റൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ യൂറിനറി ബ്ലാഡറിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിനാണ് നമ്മൾ സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി ഫോട്ടോഫോബിയ എന്ന് വെച്ചാൽ ഇന്നെബിലിറ്റി ടു ടോളറേറ്റ് ലൈറ്റ്. അടുത്തത് ഡിസ്കൈനീസിയ, ഇമ്പേർഡ് എബിലിറ്റി ടു എക്സസ് വോളണ്ടറി മൂവ്മെൻറ്റ്. ഡിസ്കൈനീസ് എന്ന് വെച്ചാൽ ഇമ്പേർഡ് എബിലിറ്റി ടു എക്സസ് വോളണ്ടറി മൂവ്മെൻറ്റ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ബ്രൂതൈസിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ഫ്ലൂയിഡ് ഫിൽ സാക്ക് ഇൻ ദ ജോയിൻറ്റ്. നമ്മൾ ഇതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് വേർഡാണ് വായിക്കാൻ തന്നെ.
നെക്സ്റ്റ് എന്ന് വെച്ചാൽ മെലൂണിയ എന്ന് വെച്ചാൽ ഹീലിംഗ് ഓഫ് ഫ്രാക്ചർ ബോൺ ഇൻ ദ മാലിഗ്നൻ പൊസിഷൻ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മെലീന, തിയറി ഓഫ് ബ്ലാക്ക് സ്റ്റൂളിനെയാണ് മെലീന എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോളിസിസ്റ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗാൾ ബ്ലാഡറിനെയാണ് നമ്മൾ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. കോളിസിസ്റ്റെക്ടമി എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ദ ഗാൾ ബ്ലാഡർ. നെക്സ്റ്റ് ഡൈസ്യൂരിയ, പെയിൻഫുൾ ആൻഡ് ഡിഫിക്കൽട്ട് യൂറിനേഷനെയാണ് ഡൈസ്യൂരിയ എന്ന് പറയുന്നത്. ഒലിഗ്യൂറിയ എന്ന് വെച്ചാൽ ടോട്ടൽ യൂറിൻ ഔട്ട്പുട്ട് ലെസ് ദാൻ 400 ml ഇൻ 24 hours, അതിനാണ് ഒലിഗ്യൂറിയ എന്ന് പറയുന്നത്. പയൂറിയ പസ് ഇൻ ദ യൂറിൻ. പെരിറ്റോണൈറ്റിസ്, പെരിറ്റോണൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ പെരിറ്റോണിയൽ മെമ്പറൈൻ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ അറ്റാക്സിയ, അറ്റാക്സിയ എന്ന് വെച്ചാൽ ഇനബിലിറ്റി ടു കോർഡിനേറ്റ് മസിൽ മൂവ്മെൻറ്റ്. നെക്സ്റ്റ് യൂറിത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ യൂറിത്ര. നെക്സ്റ്റ് അമ്നേറിയ, അമ്നേറിയ എന്ന് വെച്ചാൽ ആബ്സെൻസ് ഓഫ് മെനിസ്ട്രൽ ഫ്ലോ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഗോയിറ്റർ, ഗോയിറ്റർ എന്ന് വെച്ചാൽ എൻലാർജ്മെൻറ്റ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. റൈനോ എന്ന് വെച്ചാൽ റെയിൻ ഫ്രം ദ നോസ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നൊക്സ്യൂറിയ, യൂറിനേഷൻ ഡ്യൂറിങ് ദ നൈറ്റ്. പിന്നെ പ്രോസ്റ്റേറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. പെറ്റോസിസ് എന്ന് വെച്ചാൽ ഡ്രൂപ്പിംഗ് ഐലിഡ്. നെക്സ്റ്റ് എരിത്മിയ, എരിത്മിയ എന്ന് വെച്ചാൽ ഡിഫ്യൂസ് റെഡ്നെസ് ഓഫ് ദ സ്കിൻ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ റൈനൈറ്റിസ്, റൈനൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ നാസൽ മ്യൂക്കസ്. നെക്സ്റ്റ് കീമോസിസ്, കീമോസ് എന്ന് വെച്ചാൽ എഡിമ ഓഫ് ദ കൺജക്റ്റീവ. ഫോട്ടോഫോബിയ, ഒക്കുലാർ പെയിൻ ഇൻ ദ എക്സ്പോഷ്യർ ലൈറ്റ്. നിസ്റ്റാഗ്മസ്, ഇൻവോളണ്ടറി റിതമിക് ഐ മൂവ്മെൻറ്റ്. ഓട്ടോറി എന്ന് വെച്ചാൽ ഡ്രെയിനേജ് ഫ്രം ദ ഇയർ. ടിമ്പാനോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ സർജിക്കൽ റിപ്പയർ ഓഫ് ദ ടിമ്പാനിക് മെമ്മറൈൻ. അഗ്നോസിയ, ലോസ് ഓഫ് എബിലിറ്റി ടു റെക്കഗ്നൈസ് ഒബ്ജക്റ്റ്. ഡിസ്ഫാജി എന്ന് വെച്ചാൽ ഡിഫിക്കൽറ്റി ടു സ്വാളോയിങ്. ഫ്ലാസിഡ് എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് മസിൽ ടോൺ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ അറ്റാക്സിയ, അറ്റാക്സിയ എന്ന് വെച്ചാൽ ഇമ്പേർഡ് കോർഡിനേഷണൽ മൂവ്മെൻറ്റ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ടെൻഡൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ മസിൽ ഓഫ് ടെൻഡോൺ. എന്ന് വെച്ചാൽ ആംബ്യൂട്ടേഷൻ, ആംബ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ബോഡി പാർട്ട്, യൂഷ്വലി ലിംബ് ഓർ പാർട്ട് ഓഫ് ദ ലിംബ്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മീനിങ്സുകൾ. നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ്, അപ്പൻഡിസൈറ്റിസ്, ഇങ്ങനെ നമ്മൾ ഈ പേജിലുള്ള എല്ലാം നമ്മളിപ്പോൾ പഠിച്ചിരിക്കുകയാണ്.